കുറെ വർഷങ്ങളായി പബ്ലിക് എക്സാമിന് ചോദിച്ച 3 മാർക്ക് ക്വസ്റ്റ്യൻസ് സീരീസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബോട്ടണിയിലെ എല്ലാ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. അതിന്റെ ആൻസർ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ടൈമില്ല, ജസ്റ്റ് പറഞ്ഞങ്ങ് പോകും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളുക. ഇതൊക്കെ തന്നെ ഇതുപോലെ തന്നെ ഒരു മോഡൽ തന്നെയായിരിക്കും നമ്മുടെ പബ്ലിക് എക്സാമിന് കാണാൻ പോകുക കേട്ടോ. ഓക്കെ, നമുക്ക് 2024 ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സെക്ഷൽ ഡിപ്രഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒരു ചോദ്യമായിരുന്നു. ഈ ഒരു ചിത്രം എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ലേബൽ എ ബി സി ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നെയിം ദി ഡിപ്ലോയിഡ് സെൽ ഫൗണ്ട് ഇൻ എംബ്രിയോ സാക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴേ നമുക്ക് അറിയാമല്ല, ശരിക്കും പറഞ്ഞാൽ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിപോഡൽ സെൽസ് ആണ്. അതിൽ കൂടുതൽ ഒന്നും എഴുതുന്ന കാര്യമില്ല, ആന്റിപോഡൽ സെൽസ് ആണ്. ബി എന്ന് പറയുന്നത് സെൻട്രൽ സെല്ല് അല്ലെങ്കിൽ പോളാർ ന്യൂക്ലിയർ എന്ന് എഴുതിയാലും മതി, സെൻട്രൽ സെല്ലാണത്. ആൻഡ് ഈ ഡി എന്നിവിടെ കൊടുത്തിരിക്കുന്നത് എഗ് സെൽസ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ദെൻ ഇത് നമ്മുടെ സിനർഗിഡ്സ് ആണെന്ന് പറയാം അല്ലെ, സിനർഗിഡ്സ് ആണ്. ആൻഡ് ഈ സിനർഗിഡ്സിൽ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്, അതിന്റെ പേരാണ് ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയാം. അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കുക, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ട്യൂബിന്റെ എൻട്രീനെ ഇതിനകത്തേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്നുള്ള കാര്യം അറിയണം. ദെൻ അപ്പോൾ എ ബി സി ഡി എന്നുള്ള ആൻസർ നമുക്ക് ഇവിടെയായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു, അത് ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടെ രണ്ടാമത്തെ പാർട്ടി വെച്ചിട്ടുണ്ട്, നെയിം ദ ഡിപ്ലോയിഡ് സെൽ ഫൗണ്ട് ഇൻ ദിസ് എംബ്രിയോ സാക്ക് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാണാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഡിപ്ലോയിഡ് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഇവിടെ ഒരു ഗമീറ്റ് മെയിൽ ഗമീറ്റ് ഈ പറയുന്ന പോളാർ ന്യൂക്ലിയൻ അല്ലെങ്കിൽ സെൻട്രൽ സെല്ലിലൂടെ കൂടെ ചേരുന്ന അറിയാം. രണ്ടാമത്തത് ഈ എഗ്ഗിന്റെ കൂടെ ചേരും. ഇത് കൂടി ചേരുന്നത് നമ്മളാണ് ഇവിടെ നമ്മളൊരു പേര് പറയും, മെയിൽ ഗമീറ്റ് കൂടെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ടിന്റെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഫ്യൂഷൻ നമ്മൾ പറയുന്ന പേര് സിംഗമി എന്നാണെന്നുള്ള കാര്യം അറിയണം. ഇതിന് സെൻട്രൽ സെല്ലും ഇതും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഉണ്ടാകുന്നത് മെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്താൽ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ആണ്. ഇതിന് നമ്മളൊരു പേരും പറയും, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിനാണ്, ട്രിപ്പിൾ ഫ്യൂഷൻ സിംഗമിക്ക് ചേർത്തിനാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞുള്ള കാര്യം കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇതിന്റെ പ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 3N ആണ്, ഈ സൈഗോട്ടിന്റെ പ്ലോയിഡ് ആണ് 2N. അപ്പോൾ ഇവിടെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈഗോട്ട് ആണ് എന്നുള്ള കാര്യം എഴുതുമ്പോഴത്തേക്കും ആ മാർക്ക് നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലേക്ക് വന്നു. അതപ്പോൾ എന്താണെന്നുള്ള കാര്യം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ എഴുതി വെച്ചു കൊടുക്കുക. 3 മാർക്കിന്റെ ചോദ്യമായതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും എപ്പോഴും കേട്ടോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ജീൻസ് ഓഫ് ഓർഗാനിസം ക്യാൻ ബി ഓൾട്ടേർഡ് ബൈ മാനിപ്പുലേഷൻ. സച്ച് ഓർഗാനിസംസ് ആർ കോൾഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ലിസ്റ്റ് എനി 3 മെറിറ്റ്സ് ഓഫ് GM പ്ലാന്റ്സ്. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന്റെ എന്തെങ്കിലും ഒരു 3 എന്താണ് ഫീച്ചേഴ്സുകൾ എഴുതാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മെറിറ്റ്സുകൾ എഴുതാനായിട്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്ന ചോദ്യമാണ്. നമുക്കറിയാം ഇത് ചെയ്യുന്നത് ഈ പ്ലാന്റ്സിൽ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീൻ തെറാപ്പി നടത്താനായിട്ട് പോകുന്നത്, ജീൻ മാനിപ്പുലേഷൻ നടത്തുന്നത് അല്ലേ. ഒന്ന്, made crops tolerate to abiotic stresses. എബയോട്ടിക് സ്ട്രെസ്സസ് ഒക്കെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് റെഡ്യൂസിങ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസ് അതൊക്കെ ഉണ്ടാവാതെ നോക്കുന്നുണ്ട്, ലോസസ് ഉണ്ടാവാതെ നോക്കുന്നുണ്ട്. ആൻഡ് ഇൻക്രീസ് ദി എഫിഷ്യൻസി ഓഫ് മിനറൽ യൂസേജ്. മിനറലൊക്കെ എടുക്കുന്ന യൂസേജ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ എവിടെ ചെയ്യുന്നുണ്ട്. ദെൻ എൻഹാൻസ്ഡ് ന്യൂട്രീഷണൽ വാല്യൂ ഇവിടെ വരുന്നൊരു പോയിന്റ് ആണ്, ന്യൂട്രീഷണൽ വാല്യൂ. യെസ്, ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാതെ നമ്മൾ വേറെ പെസ്റ്റിസൈഡ്സുകളൊക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതുവഴി ആ പെസ്റ്റിസൈഡ്സിന്റെ ആവശ്യമേ വരാത്ത രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ 5 പോയിന്റുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഇനി 3 പോയിന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിക്കോളാം, എഴുതുമ്പോഴത്തേക്ക് ഒരു 4 പോയിന്റ് എന്തായാലും എഴുതി വെച്ച് കൊടുക്കുക. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിലും ഒരു ആൻസറിൽ മിസ്റ്റേക്ക് വന്നാൽ കൂടെ നമ്മൾ അഡീഷണൽ ഒരെണ്ണം എപ്പോഴും എഴുതുന്നത് നല്ലതിനാന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. അതിനൊരു ഇൻട്രഡക്ഷൻ കൊടുക്കണം. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് പ്ലാന്റ്സിലൊക്കെ ഒരുപാട് ലോസ് ഉണ്ടാകുന്നുണ്ട്. അതിനെ മറികടക്കാനായിട്ട് നമുക്ക് ഇത്രയും മെറിറ്റ്സുകളാണ് കാണാൻ പറ്റുക. അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുവാണെങ്കിൽ ഇച്ചിലൂടെ അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ പേപ്പർ കേട്ടോ. ദെൻ അടുത്ത നമ്മുടെ ബയോടെക്നോളജി എന്നുള്ളൊരു ചോദ്യമാണേ. നോക്കിയേ, ഒബ്സർവ് ദ ഫിഗർ കിട്ടുമല്ലോ, ഫിൽ ദ ബ്ലാങ്ക്സ് A, B, C ഇൻ ദ ഫിഗർ ചോദിക്കണം. അപ്പോൾ ഇത് എന്താണെന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ PCR ടെക്നോളജി ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലേക്ക് കിട്ടണം. ഇത് PCR ടെക്നോളജി ആണല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കാണ് ഫിൽ A, B, C. ഇവിടെ നമുക്കറിയാം ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ഡീനാച്ചുറേഷൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. രണ്ടാമത്തേതാണ് അനീലിംഗ് എന്ന് പറയുന്ന നമ്മുടെ പ്രൈമർ ആഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ദ ലാസ്റ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പ്രൈമർ വഴി എന്താണ് ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇത് സംഭവം മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ എക്സ്റ്റൻഷൻ ആണ് ഇവിടെ വരിക. ദെൻ fill the blanks A, B, C അതിനുള്ള ആൻസർ ആയി. then write the name of this process എന്ന് പറയുമ്പോൾ PCR ഇല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണെന്നുള്ള കാര്യം അറിയണം. പോളിമറൈസ്
ചെയിൻ റിയാക്ഷൻ ആ എക്സ്പാൻഡ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളുക. ദ നെയിം ഓഫ് തെർമോസ്റ്റേബിൾ പോളിമറൈസ് എൻസൈം. ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക് പോളിമറൈസ് എൻസൈം തന്നെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അതുപോലെ ടാക് പോളിമറൈസ് എൻസൈം ആണ്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ചോദ്യം വന്നാലും ഇങ്ങനെ അല്ലാതെ ഈ ചോദ്യം വരാൻ ഒരു ചാൻസും ഇല്ല, പേടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ കയ്യിൽ സെറ്റ് ആയിട്ട് ഉണ്ടാകും. ദെൻ ഗിവൻ ബിലോ ആർ എക്സാമ്പിൾസ് ഓഫ് സം പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ്, ഐഡന്റിഫൈ ദ ആൻഡ് ഡിഫൈൻ ദ ഇന്ററാക്ഷൻ ചോദിക്കണം. ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല അത് ഡിഫൈൻ ചെയ്യണമെന്നൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും കാറ്റിൽ എഗ്രറ്റ് അതായത് പശു നടക്കുന്നതിന്റെ കൂടെ എപ്പോഴും ഒരു പുല്ല് എന്താണ് നമ്മുടെ പശു പുല്ല് നടക്കുന്നതിന്റെ കൂടെ ഒരു കൊക്കുണ്ടാവുന്ന കാര്യം നമുക്കറിയാം. ഇവിടെ കമൻസാലിസം ആണ് വരിക. കമൻസാലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 0 എഫക്റ്റും മറ്റൊരാൾക്ക് പോസിറ്റീവ് എഫക്റ്റും ഉള്ളതാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മതി, ആ കാര്യം നമുക്ക് മാർക്ക് കിട്ടിക്കോളൂ. അതിന്റെ കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണേ, ഞാൻ ചുമ്മാ ജസ്റ്റ് അവിടെ എഴുതി വിടുന്നതേ ഉള്ളൂ. ദെൻ ഫിക് ആൻഡ് വാസ്പ് എന്ന് പറയുമ്പോൾ ഇത് മ്യൂച്വലിസ്റ്റിൽ വരുന്നതാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ആണെന്ന് എഴുതണം. അത് എങ്ങനെയൊക്കെ ബെനിഫിറ്റ് ആണെന്ന്, ഫിഗ് ട്രീക്ക് അവരുടെ പോളിനേഷൻ നടക്കുന്നു, വാസ്പിന് അവരുടെ ഡെവലപ്പിംഗ് ലാർവയ്ക്ക് ഫുഡ് കിട്ടുന്നു, ആൻഡ് ഓൾസോ അവർക്ക് ഇരിക്കാനുള്ള സ്ഥലവും കിട്ടുന്നുള്ള കാര്യം അറിയുക. ദെൻ കസ്ക്യൂട്ട ഗ്രോവിംഗ് ആണ് ഹെഡ്സ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത് പാരസൈറ്റിസം ആണ്. നമ്മൾ ഇപ്പോൾ കസ്ക്യൂട്ടനെ കുറിച്ച് പണ്ടേ പഠിക്കുന്നതാണ്. പാരസൈറ്റിസം ആണ്. ഒരാൾക്ക് നെഗറ്റീവും ആൻഡ് മറ്റൊരാൾക്ക് പോസിറ്റീവും കിട്ടുന്ന ഒരു പരിപാടിയാണിത്. ഈ കസ്ക്യൂട്ട എപ്പോഴും ന്യൂട്രിയൻസ് ഈ ഹെഡ്സ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കും എന്നുള്ള കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയും ഒരു ഐഡന്റിഫൈ ഡിഫൈൻ ചെയ്യുന്നത് പോലെ ആയി എന്നുള്ള കാര്യം നമ്മൾ എന്ത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പൊ ഈ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇത് ഈ കാര്യങ്ങൾ പ്ലസ് മൈനസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാകും. ദെൻ അടുത്ത ചോദ്യം 2023 ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. എക്സ്പ്ലെയിൻ ഹൗ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ എന്ന് ചോദിക്കുകയാണ്. ഇത് നമുക്കറിയാം. ഈ എലി ലില്ലി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ എഴുതണം ഇറ്റ്സ് എ ബയോ ടെക്നോളജി കമ്പനിയാണ്. ഒരു ബയോടെക്നോളജി കമ്പനിയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അറിയണം. അപ്പൊ ഇവർ ചെയ്തത് ഈ ഇൻസുലിനെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പൊ മനസ്സിലായി എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും മാത്രം മതി ഇൻസുലിൻ ഉണ്ടാവാനായിട്ട്. സി പെപ്റ്റൈഡ് വേണ്ട. സി പെപ്റ്റൈഡ് ഉണ്ടെങ്കിൽ അത് പ്രോ ഇൻസുലിൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഇവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ഹ്യൂമൻ, ഇവർ ഹ്യൂമനിൽ നിന്ന് ഫ്രം ഹ്യൂമൻ എ പെപ്റ്റൈഡ് ഇൻസുലിൻ ജീൻ എടുത്തു ആൻഡ് ഒരു ബാക്ടീരിയയിൽ വെച്ചിട്ട് കൾച്ചർ ചെയ്തു. അതുപോലെ തന്നെ ബി പെപ്റ്റൈഡും എടുത്തു, ബി പെപ്റ്റൈഡ് ഇൻസുലിൻ ജീനും എടുത്തു ആൻഡ് അതും ഒരു ബാക്ടീരിയയിലേക്ക് വെച്ചിട്ട് കൾച്ചർ ചെയ്തു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, സെപ്പറേറ്റ് ആയിട്ടാണ് കൾച്ചർ ചെയ്തത്. സെപ്പറേറ്റ് കൾച്ചർ ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. സെപ്പറേറ്റ് കൾച്ചർ ആണ് ഇവിടെ നടന്നുള്ള കാര്യം നമ്മൾ അറിയുക. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസിങ് എ ഡൈസൾഫൈഡ് ബോണ്ട്. യെസ്, ഒരു ഡൈസൾഫൈഡ് ബോണ്ട് വെച്ചിട്ട് ഇവരെ ജോയിന്റ് ടുഗദർ എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ സംഗതി സെറ്റായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മെച്ചൂർ ഇൻസുലിൻ ഉണ്ടായി. ഇതാണ് നമ്മുടെ എലി ലില്ലി കമ്പനി ചെയ്ത ഒരു ടെക്നിക്ക് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരുന്നോളുക. യെസ്, അപ്പൊ ഇങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ, അത് മറക്കരുത് കേട്ടോ. ദെൻ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഹാവ് മെനി പെക്യുലാരിറ്റീസ്, റൈറ്റ് ഡൗൺ ദ 3 സച്ച് പെക്യുലാരിറ്റീസ് ചോദിച്ചേക്കാണ്. വിൻഡ് വഴി പോളിനേഷൻ നടത്തുന്നവരുടെ സ്പെഷ്യാലിറ്റികൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. ഒന്ന്, ആദ്യത്തെ തന്നെ ഒറ്റ പോയിന്റ് എഴുതാൻ നമുക്ക്, നോൺ സ്റ്റിക്കി ആയിരിക്കണം, ഒരിടത്തും പിടിച്ചിരിക്കാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം അറിയണം. ആൻഡ് നോ നെക്ടേഴ്സ് ഉണ്ടാവൂല, ഇല്ലെങ്കിൽ ഹണി ഉണ്ടാവൂല. ദെൻ നോ സ്മെല്ല്, നമുക്ക് ഇഷ്ടം പോലെ പോയിന്റ് കിട്ടുവേ. ദെൻ നോട്ട് അട്രാക്റ്റീവ് ആണ്, ഒരിക്കലും ഇത് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം അല്ല എന്നുള്ള കാര്യം അറിയണം. ആൻഡ് ദെൻ സിംഗിൾ ഒവ്യൂളേ ഉണ്ടാവുള്ളൂ, ഇവരിൽ സിംഗിൾ ഒവ്യൂളേ ഉണ്ടാവുള്ളൂ. ബിക്കോസ് ഒരുപാട് ഒവ്യൂളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എല്ലാത്തിലും കൂടെ പോളെങ്കിലും ചെല്ലുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ദെൻ എക്സ്പോസ്ഡ് സ്റ്റെയ്മൻ ആൻഡ് സ്റ്റിഗ്മയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിയണം. അപ്പൊ ഇത്രയും മെയിൻ പോയിന്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 6 എഴുതിയിട്ടുണ്ട്, 3 ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്താണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തോളാം മക്കളെ, എഴുതി വെക്കേണ്ടതാണ്. ആൻഡ് ഒന്നുകൂടെ എഴുതാൻ വേണമെങ്കിൽ ഫെദറി സ്റ്റിഗ്മ ആണെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് എഴുതി വെക്കാം. ഫെദറി സ്റ്റിഗ്മ, ആ സ്റ്റിഗ്മ ഒരു ഫെദറി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും, അതായത് പെട്ടെന്ന് ഇതിനെ പിടിച്ചെടുക്കാനായിട്ടുള്ളൊരു രീതിയിൽ നിൽക്കുന്നതാണെന്നുള്ളതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടതാണ്. ദെൻ അടുത്തൊരു ചോദ്യം നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ളൊരു ചോദ്യമാണ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ വന്നൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. Given below is a schematic representation which shows the factors influencing population density. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാനായിട്ടാണ് എയും ബിയും. ഇവിടെ നമുക്കറിയാം നേറ്റാലിറ്റി ഉണ്ട്, ഇമിഗ്രേഷൻ ഉണ്ട്. ഇത് പോസിറ്റീവ് എഫക്റ്റ് ആണ്, ഇത് പോസിറ്റീവ് എഫക്റ്റ് ആണ്. അപ്പൊ നെഗറ്റീവ് എഫക്റ്റിന്റെ 2 പേരാണ് ഇവിടെ ഇല്ലാത്തുള്ളത് അല്ലെ. ഇത് നമുക്കറിയാം എമിഗ്രേഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. എമിഗ്രേഷൻ ആണ്, ഇത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഇവിടെ തരുന്നത്. ഇത് മോർട്ടാലിറ്റി ആണ്,
ഇത് മോർട്ടാലിറ്റി ആണ്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആണ് തരിക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, അറിയുക. അത് കഴിഞ്ഞു. ദെൻ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ദ ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇമിഗ്രേഷനെ ഓർക്കുക, ആൻഡ് നേറ്റാലിറ്റിനെയും ഓർത്ത് വെച്ചോളുക കേട്ടോ. ദെൻ ഡിഫൈൻ നേറ്റാലിറ്റി പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്പർ ഓഫ് ബർത്ത് അല്ലെങ്കിൽ ബർത്ത് റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, നേറ്റാലിറ്റി എന്ന് പറയുക. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദെൻ Echo R1 isolated from Escherichia coli RY13. Explain the naming procedure of Echo R1 ചോദിച്ചേക്കാണ്. അപ്പൊ നിങ്ങൾ നേരെ അത് ചുമ്മാ എഴുതി വെക്കുകയല്ല വേണ്ടത്. ആദ്യം ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ അങ്ങനെ തന്നെ എഴുതുക. ഫസ്റ്റ് ലെറ്റർ എന്നുള്ള കാര്യം നമ്മൾ എഴുതുക. അപ്പം ഈ എടുത്തു, ഈ ഫസ്റ്റ് ലെറ്റർ ആണ്. ആൻഡ് സ്പീഷ്യസ് നെയിമിന്റെ ടു ലെറ്റേഴ്സ്, ആദ്യത്തെ 2 letters എന്നുള്ള കാര്യം എഴുതണം. അപ്പൊ ഈക്കോ എന്നുള്ളത് കിട്ടി. ആൻഡ് ഏത് സ്ട്രെയിൻ ആണ് എന്നുള്ള കാര്യം അറിയാനായിട്ട് നമ്മൾ നേരെ R അവിടെ എടുത്തു. ആൻഡ് ഏത് എൻസൈം, എത്രാമത്തെ എൻസൈം ആണ് ആസിഡിറ്റി എന്ന് അറിയാനായിട്ട് നമ്മൾ 1 എന്നുള്ള റെപ്രസെന്റ് ചെയ്തു. ഇങ്ങനെയാണ് അതിന്റെ പേര് കിട്ടുക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എസ്കറിഷ്യ കോളി RY13 നിന്ന് ഈ പേര് കിട്ടുന്നത് ഇങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് വിശദീകരിച്ച് നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങളുടെ കയ്യിൽ സുഭദ്രമായിട്ടുണ്ടാകും. ദെൻ 2022 ചോദിച്ച കുറച്ച് ചോദ്യങ്ങളിലേക്ക് നമുക്ക് നേരെ കിടക്കാം. എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ബൈ എലി കമ്പനി എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നമ്മൾ എന്താണ് പഠിച്ച് മനസ്സിലാക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കേസ് തന്നെയാണ്. ദെൻ ദ ഫിഗർ ഷോ ദ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്. വൈ എന്ന് ചോദിച്ചേക്കണം. എന്തുകൊണ്ടാണ് പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആയിട്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മോസ്റ്റ് ഓഫ് ദ എനർജി, നമുക്ക് കിട്ടുന്ന മോസ്റ്റ് ഓഫ് ദ എനർജിയും ഹീറ്റായിട്ട് എന്ത് ചെയ്യും, ലോസ് ചെയ്ത് പോകുന്നതായിട്ടുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് എഴുതാം ഇറ്റ്സ് ഓൾവേസ് കീപ്പിംഗ് 10% ലോ കീപ്പ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയുക. എന്നിട്ട് ഈ 2 പോയിന്റ് ആണ് അവിടെ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ഒന്ന് മോസ്റ്റ് ഓഫ് ദ എനർജി ഹീറ്റിന്റെ ഫോമിൽ പോകുന്നു, പിന്നെ 10% ലോ ഇവർ കീപ്പ് ചെയ്യുന്നുള്ള കാര്യം. ഈ 2 പോയിന്റ് മസ്റ്റ് ആയിട്ട് അവിടെ വേണ്ടതാണ്. അതിന്റെ കൂടെ 1-2 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇത് ബാക്കിയുള്ള പിരമിഡുകളൊക്കെ ഇൻവേർട്ടഡ് ഇതൊക്കെ ആകുമ്പോൾ ഇത് അപ്ഡേറ്റ് ആവുന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ട്രോപ്പിക് ലെവലിലേക്ക് എനർജി ട്രാൻസ്പോർട്ട് നടക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വേസ്റ്റ് ആവുന്നത് കൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സെറ്റാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ പോളിനേഷൻ ഇസ് ആൻ important mechanism to found in flowering plants. Define pollination ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ pollination ഒക്കെ സിമ്പിൾ ചോദ്യമാണ്. ട്രാൻസ്ഫർ ഓഫ് pollen grain from anther to stigma എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ ആയി അതിന്റെ. ആൻഡ് ഓട്ടോഗമി ചോദിച്ചിട്ടുണ്ട്. ഓട്ടോഗമി നമുക്കറിയാം, 1 plant 1 flower 2 reproductive organ, 2 reproductive organ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നത് ജനറ്റിക്കലി സെയിം ഓഫ് സ്പ്രിങ്ങിനായിരിക്കും കിട്ടുക. സെയിം ഓഫ് സ്പ്രിങ്ങിനായിരിക്കും അവിടെ കിട്ടുക എന്നുള്ള കാര്യം അറിയണം. ആൻഡ് ഇവിടെ നടക്കുന്നത് സെൽഫ് പോളിനേഷൻ ആണെന്ന് കൂടെ അറിയുക. സെൽഫ് പോളിനേഷൻ ആയിരിക്കും നടക്കുക. ദെൻ ജിയനോഗമി എന്ന് പറഞ്ഞാൽ ഇവിടെയും 1 plant ആണ്, ബട്ട് 2 ഫ്ലവർ ഉണ്ട്. ഇവിടെ 2 ഫ്ലവർ ഉണ്ട്. 1 ഈസ് മെയിൽ അല്ലെങ്കിൽ 1 ഈസ് ഫീമെയിൽ, അത് എന്തോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോളിനേഷൻ ഇവിടെ നടക്കാനായിട്ട് പോവാണ്. ഇവിടെ നടക്കുന്നത് ക്രോസ് പോളിനേഷൻ ആയിരിക്കും എന്നുള്ളത്. ക്രോസ് പോളിനേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുള്ളൂ എന്നറിയാം. ആൻഡ് ഇവിടെ കിട്ടുന്നത് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ബിക്കോസ് 1 plant ആയതുകൊണ്ട് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും കിട്ടുക. ഇതിന് സിനോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 plant ഉണ്ട്. 1 ഈസ് മെയിൽ ആൻഡ് 1 ഈസ് ഫീമെയിൽ ആണെന്നുള്ള കാര്യം നമ്മൾ അറിയുക. ഇവിടെ കിട്ടുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിരിക്കും. ബിക്കോസ് 2 plant ഉള്ളതുകൊണ്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനായിരിക്കും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, കിട്ടാനായിട്ട് പോകുക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊള്ളുക. ആൻഡ് ഇവിടെ നടക്കുന്നത് ക്രോസ് പോളിനേഷൻ ആണ് എന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ലാലോ അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റുകൾ അവിടെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ചോദ്യമായിരുന്നു അല്ലെ. അപ്പൊ അതൊരു കാരണം വെച്ചാൽ അത് മിസ്സാക്കരുത്. then അടുത്ത ചോദ്യം, റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ബയോടെക്നോളജി. നെയിം 2 kinds of restriction enzymes ചോദിച്ചേക്കാണ്. ഏതാണ് ആ 2 ചോദിച്ചേക്കാണ്? റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസ് ആൻഡ് എൻഡോന്യൂക്ലിയേസ് എന്ന് പറയുന്ന 2 ആണെന്നുള്ള കാര്യമാണ്. റെസ്ട്രിക്ഷൻ കൂട്ടി തന്നെ എഴുതിക്കോളൂ കേട്ടോ. എക്സ്പ്ലെയിൻ ദ നെയിമിംഗ് പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നോക്കി വെച്ചാൽ മതി. അപ്പൊ ഇത് എവിടേക്കാണ് കട്ട് ചെയ്യണമെന്നുള്ള കാര്യം എടുത്തുള്ള എക്സോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കും, എൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയണം. അത് അങ്ങോട്ട് ഇവിടെ മാറിപ്പോയി നോക്കിയോളൂ കേട്ടോ. അപ്പൊ നോക്കിയാൽ ഇത് ഓൾറെഡി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നെയിമിംഗ് പ്രൊസീജിയറുകളൊക്കെ. ദെൻ 2021 ചോദിച്ച 1-2 ചോദ്യങ്ങളോട് നമുക്ക് വേഗം നോക്കാം. The 4 basic processes that affect the population density are given below. Natality, mortality, immigration. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അത്. Then which of the process contribute the decrease in population density and explain them. ഡിക്രീസ് ചെയ്യുന്നത് എമിഗ്രേഷനും ആൻഡ് മോർട്ടാലിറ്റി ആണ്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെത്ത് നടക്കുമ്പോൾ അവിടെ പോപ്പുലേഷൻ കുറയുന്നുള്ള കാര്യം നമുക്കറിയാം. എമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനന്റ് ആയിട്ട് എക്സിറ്റ് അടിച്ച് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, എക്സിറ്റ് അടിച്ച് വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എമിഗ്രേഷൻ ആണെന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഭദ്രമായി. ദെൻ BT cotton ഒരു ചോദ്യമാണ്. BT cotton is a transgenic plant with essential protein named BT toxin. Name the specific gene with the produce BT toxin ചോദിച്ചേക്കാണ്. അപ്പൊ നമുക്കറിയാം അത്
ജീൻ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അല്ല, ഇവിടെ ഉള്ളത് ഒരു ക്രൈജീൻ ആണെന്നുള്ള കാര്യം നമുക്കറിയണം. ആ ജീനിന്റെ പേര് ക്രൈജീൻ എന്നാണ്. നെയിം ദ ഓർഗാനിസം ഫ്രം വിച്ച് ദ ജീനിസ്. അത് എന്തോ ഒരു സിമ്പിൾ ആയിപ്പോലെ. ഇത് നമ്മുടെ ബസില്ലസ് തുറിഞ്ചിയൻസിസ് ആണ് അവിടെ ആൻസർ വരിക. അതിൽ നിന്നാണ് എടുത്തുള്ള കാര്യം അറിയണം. അതാണ് BT എന്നുള്ള പേര് തന്നെ കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ബിഹൈൻഡ് ദ ഇൻസെക്ട് റെസിസ്റ്റൻസ് ഇൻ BT കോട്ടൺ ചോദിച്ചേക്കാണ്. ഒന്നുമില്ല, നമ്മൾ ഈ ക്രൈജീൻ നേരെ നമ്മൾ എടുക്കുകയാണ്, നമ്മുടെ ബാസില്ലസ് തുറിഞ്ചിയൻസിൽ എടുക്കുന്നു. ആ ക്രൈജീൻ നമ്മളൊരു വെക്ടർ ത്രൂ ഒരു അഗ്രോബാക്ടീരിയം തുമിഫിഷ്യൻസ് വഴി നമ്മൾ പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ പ്ലാന്റിൽ ഇത് ഇനാക്റ്റീവ് ആണ്. ഇത് ആക്റ്റീവ് ആകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽസിന്റെ, അതായത് ഇവരെ കഴിക്കുന്ന ഹെർബിവോറസിന്റെ ഗട്ട്സിലുള്ള, അവരുടെ ഗട്ടിലുള്ള ആൽക്കലൈൻ pH ഇത് ആക്റ്റീവ് ആകുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതങ്ങ് എഴുതി വെച്ചാൽ മതി. അത് എഴുതി ഞാൻ സമയം കളയുന്നില്ല, അത് നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതിയേ. ദെൻ എ ടിപ്പിക്കൽ മൈക്രോസ്പ്രാഞ്ചിയം ഈസ് സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്. 4 വാൾ ലെയേഴ്സ് ഉണ്ട്. നെയിം ദ വാൾ ലെയേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഇന്നർമോസ്റ്റ് ലെയർ. അപ്പം ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിഡെർമിസ് ആണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോതീഷ്യമാണെന്ന് നമുക്കറിയാം. ദെൻ അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ലെയേഴ്സ് വരുന്നുണ്ട്. മിഡിൽ ലെയേഴ്സ് ഇവർ 3 പേരുമാണ് ഔട്ടർ ലെയർ. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിയണം. പ്രൊട്ടക്ഷനും ഡെഹിസൻസും ആണ് ഇവരുടെ മേജർ ഫംഗ്ഷൻ. ആൻഡ് ഇന്നർമോസ്റ്റ് ലെയറിന്റെ പേര് ടപ്പീറ്റം എന്നാണ്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നറിഷ്മെന്റ് ആണ്. നറിഷ്മെന്റ് ആർക്ക്? നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ ഉള്ള നറിഷ്മെന്റ് എല്ലാം കൊടുക്കുന്ന ഇവരാണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് നമ്മുടെ കയ്യിൽ എന്താണ് സെറ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി അവസാനത്തെ ഒരൊറ്റൊരു ചോദ്യം കൂടെ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. 2021 വരെയുള്ള ചോദ്യങ്ങൾ 4 വർഷത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ RDNA ടെക്നോളജി ആർ ഗിവൺ ബിലോ അറേഞ്ച് ദം. എന്തോ എളുപ്പമായി പോലെ ഐസോലേഷൻ DNA ആണ് ആദ്യം വരിക. ദെൻ ഫ്രാഗ്മെന്റുകളാക്കി മുറിക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസൊലേഷൻ ഓഫ് ഡിസൈഡ്, നമുക്ക് ആവശ്യമുള്ളത് കറക്റ്റായിട്ട് എടുക്കുക, എന്നിട്ട് ലിഗേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം അറിയണം. ദെൻ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ലാർജ് സ്കെയിലിൽ ഇവരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ 3 മാർക്കിന് ചോദിക്കുന്നത് തന്നെ വലിയൊരു ഗിഫ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ 3 മാർക്കിനായിട്ട് പബ്ലിക് എക്സാമിന് ഇത്രയും നാളുകളായിട്ട് നമ്മൾ 4 വർഷമായിട്ട് കണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, പുതിയ ചോദ്യങ്ങളോട് വരാനൊക്കെ ചാൻസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ബാക്കിയെല്ലാം പഠിക്കുക. ഏകദേശം ഈ ഒരു മോഡലിലായിരിക്കും വരിക. ABC എന്ന് പറഞ്ഞൊരു പാറ്റൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മോർ വീഡിയോസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഷെയർ ചെയ്യുന്ന കാര്യവും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മോർ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അങ്ങനെയുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.